ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കോഴി നിറച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫോർക്കിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. അതിനുശേഷം ഒരു മസാല തയ്യാറാക്കാം. ഒരു ജാറിലോട്ട് സവാള, മല്ലിയില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, നാരങ്ങാനീര് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നാരങ്ങാനീര് ചേർക്കാൻ മറന്നത് കൊണ്ടാണ് അരപ്പടത്തിൻ്റെ ഇടയിൽ നമ്മൾ നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഈ മസാലയിലോട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ആ ചിക്കനിലോട്ടൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഒരു നന്നായിട്ട് റാപ്പ് ചെയ്ത് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 5 മണിക്കൂർ ഫ്രീസ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഈ ചിക്കനകത്ത് കുറച്ച് ഫില്ലിങ്സ് ചെയ്യാം. 2 പുഴുങ്ങിയ മുട്ട വെക്കുന്നുണ്ട്. പിന്നെ ഒരു മസാല നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അത് കാണിക്കാൻ മറന്നുപോയതാണ്. ഇനി ഇത് നന്നായിട്ട് ഫില്ല് ചെയ്ത ശേഷം കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. കുക്കറിൽ വെക്കുമ്പോൾ അല്പം വെള്ളം കൂടെ ഒഴിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 1, 2, 3 വിസിൽ അടിക്കുന്നവരെ വേവിക്കുക. ഇനി വേറൊരു മസാല കൂടെ തയ്യാറാക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ സവാള ഇടുക. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ് ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക, പച്ചമണം മാറുന്നവരെ. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്ന് വഴങ്ങി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ ക്യൂബ് ഒന്ന് വെള്ളത്തിലിട്ട് അരിച്ച് അതും കൂടി ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. എല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിലോട്ട് പാകത്തിന് ഉപ്പൊഴിക്കുക, മല്ലിയിലയും കറിവേപ്പിലയും ഇടുക. അങ്ങനെ ആ മസാല റെഡിയായിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കറിവേപ്പില ഒഴിക്കുക. നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ച ചിക്കൻ ഇപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ആ ചിക്കൻ നന്നായിട്ട് തിരിച്ചു മറിച്ച് അതിലോട്ട് വേവിക്കണം. 2 വശവും നന്നായിട്ടൊന്ന് മുരിച്ച് പൊള്ളിച്ചെടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. ഇനി പൊരിച്ച ചിക്കൻ ആ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആ മസാല എല്ലാ ചിക്കനിലോട്ടൊന്ന് പൊതിയുന്ന രീതിയിൽ തേച്ച് സ്പൂൺ വെച്ച് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. നല്ലൊരു ഫ്ലേവറിനായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പാകത്തിൽ മുറിച്ചെടുക്കാം. ഇതിലിപ്പോൾ മുരിയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.